ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ക്ലാസ്സസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. കോൺട്രാക്ട് ആക്ടിന്റെ ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കണ്ടു നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. ഒരു ലോ ആസ്പിരന്റ് ആണ്, ഒരു LLB സ്റ്റുഡന്റ് ആണ്, ഒരു ക്ലീ ആസ്പിരന്റ് ആണ്. നിങ്ങൾ ക്ലീക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ലോ കണ്ടന്റ്സ് ഒക്കെയാണ് നമ്മൾ ഇടാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കോൺട്രാക്ടിന്റെ ക്ലാസ്സസ് കണ്ടു നോക്കാവുന്നതാണ്. IPCയുടെ ക്ലാസ്സസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ കോൺട്രാക്ടിന്റെ ക്ലാസ്സസിൽ ഇന്നലെ നമ്മൾ എടുത്തു നിർത്തിയ ക്ലാസ് വെച്ചിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കി. അപ്പൊ അതില് എന്തൊക്കെ എഗ്രിമെന്റുകളാണ് കോൺട്രാക്ട് ആകുന്നത് എന്നാണ് പറഞ്ഞത്. എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് ആവില്ല, എന്തൊക്കെ എഗ്രിമെന്റ് കോൺട്രാക്ട് ആവുന്നതെന്നാണ് നോക്കിയത്. അപ്പൊ സെക്ഷൻ 10 എന്തൊക്കെ എഗ്രിമെന്റുകളാണ് കോൺട്രാക്ട് ആവുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ വേണ്ടത് പാർട്ടീസിന് കോമ്പീറ്റന്റ് ആയിട്ടുള്ള പാർട്ടീസ് ആയിരിക്കണം. ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ള കോമ്പീറ്റന്റ് ആയിട്ടുള്ള പാർട്ടീസ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ. അത് കണ്ടു നോക്കുക. അപ്പൊ ആ പാർട്ടീസിന്റെ ഫ്രീ കൺസെന്റ് വേണം. ഫ്രീ കൺസെന്റ് വേണം എന്ന് പറയുമ്പോ എന്താ, ഇത് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഫ്രീ കൺസെന്റ് വേണമെന്ന് പറയുമ്പോൾ കൺസെന്റ് എന്താണ്, സെയിം തിങ് സെയിം സെൻസിൽ എഗ്രി ചെയ്യുമ്പോഴാണ് കൺസെന്റ് എന്ന് പറയുന്നത്. ആ കൺസെന്റിൽ ഫ്രീ കൺസെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കൺസെന്റിനെയാണ് നമ്മൾ ഫ്രീ കൺസെന്റ് എന്ന് പറയുന്നത്. കൊയേഷൻ ഉണ്ടാവാൻ പാടില്ല, അൺഡു ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പാടില്ല, ഫ്രോഡ് ഉണ്ടാവരുത്, മിസ് റെപ്രസെന്റേഷൻ ഉണ്ടാവരുത്, മിസ്റ്റേക്ക് ഉണ്ടാവരുത്. ഇത് ഓരോന്നുമാണ് നമ്മൾ 1 by 1 ആയിട്ട് ഇന്ന് നോക്കുന്നത്. അതോടൊപ്പം തന്നെ ലോഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിരിക്കണം, ലോഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ ആയിരിക്കണം, ലോ വഴിയായിട്ട് വോയിഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റും ആവരുത്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ എഗ്രിമെന്റ് കോൺട്രാക്ട് ആവുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു കാര്യങ്ങൾ? ഈ പറയുന്ന 5 കാര്യങ്ങളും ഇല്ല എങ്കിൽ മാത്രമേ അത് ഫ്രീ ആയിട്ടുള്ള കൺസെന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ഓരോന്നും നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് കൊയേഷൻ എന്താണെന്നാണ്. സെക്ഷൻ 15 പറയുന്നത്. കൊയേഷൻ ഉണ്ട് എങ്കിൽ, കൊയേഷൻ വഴിയായിട്ട് നേടിയിട്ടുള്ള ഒരു കൺസെന്റ് ആണെങ്കിൽ അത് ഫ്രീ കൺസെന്റ് ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കൊയേഷൻ എന്താ? കൊയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടോ, അതായത് എന്തെങ്കിലും തരത്തിൽ ഫോഴ്സോ വയലൻസോ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ത്രെട്ടൻ ചെയ്തുകൊണ്ടോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ആണ് നമ്മൾ ഈ കൺസെന്റ് വാങ്ങിയത്, സമ്മതം വാങ്ങിയത് ആ എഗ്രിമെന്റിൽ ഏർപ്പെടാനെങ്കിൽ ആ കൺസെന്റ് ഫ്രീ കൺസെന്റ് ആയിരിക്കില്ല. അപ്പൊ അതായത് ത്രെട്ടൻ വഴിയായിട്ടുള്ള രീതിയിലോ നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടോ കൺസെന്റ് വാങ്ങിയെങ്കിൽ അത് കൊയേഷൻ വഴിയായിട്ട് വാങ്ങിയ കൺസെന്റ് ആണെന്ന് പറയും. അങ്ങനെയുള്ള ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഫ്രീ കൺസെന്റ് വഴിയായിട്ടുള്ള എഗ്രിമെന്റ് അല്ല. ഫ്രീ കൺസെന്റ് വഴിയായിട്ടുള്ള എഗ്രിമെന്റ് ആണെങ്കിൽ എന്താവില്ല, അത് കോൺട്രാക്ട് ആവില്ല. അപ്പൊ ഇങ്ങനെ കൊയേഷൻ വഴിയായിട്ടാണ് നമ്മൾ ഒരു എഗ്രിമെന്റിൽ കൺസെന്റ്, സമ്മതം വാങ്ങിയത്, അതർ പാർട്ടിയുടെ, മറ്റു വ്യക്തിയുടെ സമ്മതം നമ്മൾ വാങ്ങിയത് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ ആ ഒരു കൊയേഷൻ വഴിയായിട്ട് ഭീഷണിപ്പെടുത്തിയോ ഫോഴ്സ് ഉപയോഗിച്ചാണ് എങ്കിൽ അങ്ങനെ വരുന്ന കോൺട്രാക്റ്റുകൾ വോയിഡബിൾ ആയിട്ടുള്ള കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. വോയിഡബിൾ കോൺട്രാക്ട്. വോയിഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഡെഫിനിഷൻ പാർട്ടിൽ പറഞ്ഞിരുന്നു വോയിഡ് എന്താ, വോയിഡബിൾ എന്താന്നൊക്കെ. കണ്ടിട്ടില്ലാത്തവരെ കണ്ടു നോക്കാം. വോയിഡബിൾ എന്താന്ന് പറഞ്ഞാൽ എന്താ? വോയിഡബിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ വോയിഡ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ വാലിഡ് ആക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ അസാധുവാക്കാം, അല്ലെങ്കിൽ നിയമപ്രകാരം വാലിഡ് ആക്കാം. ഇത് ആർക്കാ പറ്റുന്നേ? അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി പാർട്ടി. ആ കോൺട്രാക്റ്റിൽ പാർട്ടി ആയിട്ടുള്ള വ്യക്തിക്ക് പറ്റും, വേണമെങ്കിൽ. കുഴപ്പമില്ല. ഇപ്പൊ എന്നെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ എന്നെ ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ ഏർപ്പെടാനായിട്ട്, എഗ്രിമെന്റിൽ ഏർപ്പെടാൻ സമ്മതം എന്റെ ഇത് വാങ്ങിയത്, കൺസെന്റ്. സോ അത് ഫ്രീ കൺസെന്റ് അല്ല. ഫ്രീ കൺസെന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്ട് എന്ത് ചെയ്യാം? വോയിഡ് ആക്കാം, അസാധുവാക്കാം. എന്റെ സമ്മതം ഫ്രീ കൺസെന്റ് അല്ലായിരുന്നു എന്ന് പറഞ്ഞ് വോയിഡ് ആക്കാം. അതല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എനിക്ക് വാലിഡ് ആക്കാം. ഭീഷണി മുടക്കിയൊക്കെയാണ് എന്റെ സമ്മതം വാങ്ങിയത്, എന്നാലും ഇപ്പൊ എഗ്രിമെന്റിൽ ഏർപ്പെട്ടപ്പോൾ ഞാൻ ഇത് അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ വാലിഡും ആക്കാം. അപ്പൊ പാർട്ടിക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൺസെന്റ് വാങ്ങിയത് കൊയേഷൻ വഴിയായിട്ടാണെങ്കിൽ അത് ഫ്രീ കൺസെന്റ് അല്ല. അപ്പൊ അത് വോയിഡബിൾ ആയിട്ടുള്ള കോൺട്രാക്ട് ആയിരിക്കും. വോയിഡബിൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ അസാധുവാക്കി വോയിഡ് ആക്കാം, അല്ലെങ്കിൽ വാലിഡ് ആക്കാം. ഓപ്ഷൻ ഓഫ് പാർട്ടിയാണ്. അപ്പോൾ കൊയേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടോ ത്രെട്ടൻ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൺസെന്റ് വാങ്ങിയതെങ്കിൽ അത് കൊയേഷൻ ആയിട്ടുള്ള രീതിയിൽ എന്ന് പറയും. കമ്മിറ്റിംഗ് ഓർ ത്രെട്ടനിങ് ടു കമ്മിറ്റ്, അതായത് എന്തെങ്കിലും ഒരു വയലൻസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ത്രെട്ടൻ ചെയ്തുകൊണ്ടോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ, ചെയ്യുമെന്നും പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ, എന്താ ഭീഷണിപ്പെടുത്തുന്നത്? എനി ആക്ട് ഫോർബിഡൻ ബൈ ദ IPC പ്രകാരം, ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം നിഷേധിച്ചിട്ടുള്ള, അതായത് ഒരു പ്രവൃത്തി ചെയ്താൽ അത് ഒഫൻസ് ആണെന്ന് IPC പ്രകാരം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒഫൻസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട്, ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ, അല്ലെങ്കിൽ അൺലോഫുൾ ഡീറ്റെയിനിങ്. അൺലോഫുൾ ഡീറ്റെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? അൺലോഫുൾ എന്ന് പറഞ്ഞാൽ അനധികൃതമായിട്ട് നമ്മളെ എന്ത് ചെയ്യാണ്? ഡീറ്റെയിൻ ചെയ്യുക, തടഞ്ഞു വെച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ത്രെട്ടനിങ് ടു ഡീറ്റെയിൻ, നമ്മളെ തടഞ്ഞു വെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി തടഞ്ഞു വെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ, അങ്ങനെയൊക്കെ നമുക്കെതിരായി എന്തെങ്കിലും മോശം പറയുമെന്ന് ഒക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഇത്ര ഓർത്താൽ മതി, ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വയലൻസ് ഉപയോഗിച്ചുകൊണ്ടോ നമ്മളെ ത്രെട്ട് ചെയ്തുകൊണ്ടോ ആണ് നമ്മുടെ കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, നമ്മുടെ സമ്മതം ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഈ ഉള്ള രീതികളിലൂടെ എങ്ങനെയെങ്കിലും ആണെങ്കിൽ അത് എന്തെന്ന് പറയും? കൊയേഷൻ ആയിട്ടുള്ള രീതിയിലാണ് കൺസെന്റ് കിട്ടുക എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ കോൺട്രാക്ട് വോയിഡബിൾ ആണ്. അത് ഓർക്കുക. അവർക്ക് ഓപ്ഷൻ ഉണ്ട്, പാർട്ടിക്ക് വേണമെങ്കിൽ അത് വോയിഡ് ആക്കാനും വാലിഡ് ആക്കാനും. അത് ഫ്രീ കൺസെന്റ് ആയിരിക്കില്ല. ഇനി അടുത്ത എലമെന്റ്
ഇനി അടുത്തത് നോക്കുന്നത് അൺഡു ഇൻഫ്ലുവൻസ് ആണ്. അൺഡു ഇൻഫ്ലുവൻസ് സെക്ഷൻ 16 പറയുന്നത് അൺഡു ഇൻഫ്ലുവൻസ് വഴിയായിട്ടാണ് ഒരു എഗ്രിമെന്റിൽ കൺസെന്റ് വാങ്ങിയതെങ്കിലും അത് ഫ്രീ കൺസെന്റ് ആവില്ല, ഫ്രീ ആയിട്ടുള്ള കൺസെന്റ് ആവില്ല. ഇനി അൺഡു ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ എന്താ, ഒരാളിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡൊമിനേഷൻ ഉണ്ട്, എനിക്ക് ഒരാളിൽ ഒരു ആധിപത്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആളുടെ അടുത്ത് ഒരു ഡൊമിനേഷൻ, ഞാനാണ് അതോറിറ്റി അയാളെക്കാളും, അങ്ങനെയുള്ള ഒരു സ്വാധീനം എനിക്ക് ഒരാളുടെ അടുത്ത് ഉണ്ട് എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്വാധീനം വെച്ച് അയാളെ നിർബന്ധിപ്പിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്വാധീനം വെച്ചുകൊണ്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അങ്ങനെ എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് അൺഡു ഇൻഫ്ലുവൻസ് വഴിയായിട്ടെന്ന് പറയും. അപ്പൊ അൺഡു ഇൻഫ്ലുവൻസ് വഴിയായിട്ടാണ് ഞാൻ അയാളുടെ കൺസെന്റ് വാങ്ങിയതെങ്കിൽ, എന്റെ ഒരു ഡൊമിനേഷൻ ആധിപത്യം വെച്ചിട്ടാണ് വാങ്ങിയതെങ്കിൽ അതെന്താവില്ല, ഫ്രീ ആയിട്ടുള്ള കൺസെന്റ് ആവില്ല. അങ്ങനെ അൺഡു ഇൻഫ്ലുവൻസ് വഴിയായിട്ടാണ് കൺസെന്റ് വാങ്ങിയതെങ്കിലും ഫ്രീ കൺസെന്റ് ആവില്ല. അപ്പോഴും ആ കോൺട്രാക്ട് എങ്ങനെയാ, വോയിഡബിൾ. അപ്പൊ എന്റെ അടുത്തുള്ള ഒരു ആധിപത്യം വെച്ചിട്ടാണ് അയാൾ എന്റെ അടുത്ത് ഈ എഗ്രിമെന്റിൽ ഏർപ്പെടാൻ കൺസെന്റ് വാങ്ങിയതെങ്കിൽ എനിക്കിത് വോയിഡബിൾ ആ, വേണമെങ്കിൽ വാലിഡ് ആക്കാം, അല്ലെങ്കിൽ അത് വോയിഡ് ആക്കാം, കോടതി വഴിയായിട്ട് ഇത് അസാധുവാക്കാം. അപ്പൊ അത് എന്റെ ഒരു ഇഷ്ടമാണ്, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പാർട്ടിയുടെ ഓപ്ഷൻ ആണ്. വോയിഡബിൾ എന്ന് പറഞ്ഞാൽ വാലിഡ് ഓർ വോയിഡ് ആക്കാം, അതാണ് അതിന്റെ മീനിങ്. പാർട്ടിക്കുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ അൺഡു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ പേഴ്സൺ ഹു ഈസ് ഇൻ എ പൊസിഷൻ ടു ഡൊമിനേറ്റ് ദ വിൽ ഓഫ് ദ അനദർ, മറ്റൊരാളുടെ ആഗ്രഹം അല്ലെങ്കിൽ മറ്റൊരാളുടെ താല്പര്യത്തെ ഡൊമിനേറ്റ് ചെയ്യാൻ ഒരു ആധിപത്യമുള്ള ഒരു പേഴ്സൺ ആണ് അവിടെ ഉള്ളതെങ്കിൽ യൂസസ് ദ പൊസിഷൻ ടു ഒബ്റ്റെയിൻ ആൻ അൺഫെയർ അഡ്വാൻറ്റേജ്, അതിൽ നിന്നും ഒരു മുതലെടുക്കാൻ നോക്കി എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ എന്റെ അടുത്ത് ആധിപത്യമുള്ള ഒരു വ്യക്തിയാണ്, അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ കേൾക്കാൻ ചാൻസ് ഉണ്ട്, അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്റെ അടുത്ത് നിന്ന് അൺഫെയർ ആയിട്ടുള്ള രീതിയിൽ അവസരം മുതലാക്കി എന്റെ അടുത്ത് സമ്മതം വാങ്ങിയിട്ട് ഞാനുമായി എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ് എങ്കിൽ അങ്ങനെ വാങ്ങിയ കൺസെന്റ് എന്താണ്, ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്ത കൺസെന്റ് അല്ല, ആ കൺസെന്റും അൺഡു ഇൻഫ്ലുവൻസ് വഴിയായിട്ട് വാങ്ങിയ കൺസെന്റ് ആണെന്ന് പറയാൻ പറ്റും. നോർമലി നമ്മൾ അങ്ങനെ കണക്കാക്കുന്ന ഒരു കുട്ടിയും പാരന്റും ചൈൽഡും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ അവിടെ പാരന്റിന് ഒരു ആധിപത്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അൺഡു ഇൻഫ്ലുവൻസ് വഴിയായിട്ട് കൺസെന്റിൽ ഏർപ്പെടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഡോക്ടറും പേഷ്യന്റും തമ്മിൽ, കാരണം ഡോക്ടർ പറയുന്നത് നോർമലി പേഷ്യന്റ് അനുസരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റും ക്ലയന്റും തമ്മിലുള്ള ഇതൊക്കെ അൺഡു ഇൻഫ്ലുവൻസ് വഴിയായിട്ട് കൺസെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇവരൊക്കെ തമ്മിൽ എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണെങ്കിൽ. ഇനിയിപ്പോ നമുക്ക് ഒരാളുടെ മേലിൽ റിയൽ ആയിട്ടുള്ള ഒരു അതോറിറ്റി അല്ലെങ്കിൽ പ്രകടമായിട്ടുള്ള ഒരു അതോറിറ്റി നമ്മൾക്ക് ഒരു ആളുടെ മുകളിൽ ഉണ്ട് എങ്കിൽ അതുവഴിയായിട്ട് നമ്മൾ കൺസെന്റ് വാങ്ങുകയാണെങ്കിൽ അതിനെയാണ് ഈ അൺഡു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു മെന്റൽ കപ്പാസിറ്റി നേരത്തെ പെർമനന്റ്ലി ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ പകുതിയായിട്ടോ ഇങ്ങനെ ഡിസ്ട്രസ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതായത് അയാളുടെ ഏജ് മൂലം അതായത് പ്രായമായി വാർദ്ധക്യമായിട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഇൽനെസ് എന്തെങ്കിലും അസുഖം ഉണ്ടോ അല്ലെങ്കിൽ മെന്റലിയോ ബോഡിയിലോ എന്തെങ്കിലും ഡിസ്ട്രസ് ആയിട്ടുള്ള അവസ്ഥയുള്ള വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് ശരിക്കും ആക്ച്വലി അയാൾക്ക് കൺസെന്റ് തരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. നമ്മൾ ആ ഒരു അവസരം മുതലാക്കി ആളുടെ അടുത്ത് നിന്ന് കൺസെന്റ് വാങ്ങിയാലും അതും അയാൾ ഫ്രീ ആയിട്ട് തന്നെ കൺസെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. പുള്ളിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് വോയിഡബിൾ ആണ്, വേണമെങ്കിൽ വാലിഡ് ആക്കാം അല്ലെങ്കിൽ വോയിഡ് ആക്കാം. കാരണം ഫ്രീ കൺസെന്റ് അല്ല അത്. ഫ്രീ കൺസെന്റ് ഉള്ള എഗ്രിമെന്റ് മാത്രമേ കോൺട്രാക്ട് ആകുള്ളൂ, അപ്പൊ ഫ്രീ കൺസെന്റ് അല്ല. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഫ്രോഡാണ്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താ, വഞ്ചിക്കുക. നമ്മൾ IPC ക്ലാസ്സിലൊക്കെ പറഞ്ഞപ്പോൾ ഫ്രോഡ് പറഞ്ഞിരുന്നു. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഇന്റന്റ് ടു ഡിസീവ്, അതായത് ഡിസീവ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. ഡിസീവ് എന്ന് പറഞ്ഞാൽ എന്താ, വഞ്ചിക്കണം എന്നുള്ള ഉദ്ദേശം, അതിനെയാണ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഇന്റൻഷൻ ടു ഡിസീവ് അല്ലെങ്കിൽ ഇന്റന്റ് ടു ഡിസീവ് എന്ന് പറയുന്ന രീതിയിൽ, അതായത് ഒരാളെ വഞ്ചിക്കണം എന്നുള്ള, ഡിസീവ് എന്നുള്ള വാക്ക് കണ്ടാൽ നിങ്ങൾ അത് ഓർത്തോളൂ ഫ്രോഡ് ആണെന്ന്. അപ്പൊ അത് ഡിസീവ് ചെയ്യണം, വഞ്ചിക്കണം എന്നുള്ള ഇന്റന്റ് ഉദ്ദേശത്തോടു കൂടി, ഇന്റൻഷനോട് കൂടി എന്ത് ചെയ്യുക, ഇൻഡ്യൂസ് ഹിം ടു എൻ്റർ ദി കോൺട്രാക്ട്, അതായത് ഒരാളെ വഞ്ചിക്കണം ഡിസീവ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ അയാളെ ഇൻഡ്യൂസ് ചെയ്യുക, പ്രേരിപ്പിക്കുക കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട്. അങ്ങനെ ഞാനൊരു എഗ്രിമെന്റിൽ ഒരാളെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് അയാൾ ഫ്രീ ആയിട്ട് തന്ന കൺസെന്റ് അല്ല, അതെങ്ങനെയായിരിക്കും, ഞാൻ ഫ്രോഡ് വഴിയായിട്ട് ഒബ്റ്റെയിൻ ചെയ്ത് നേടിയെടുത്ത കൺസെന്റ് ആയിരിക്കും. അപ്പൊ ഫ്രോഡ് വഴിയായിട്ട് ഒബ്റ്റെയിൻ ചെയ്ത കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഡിസീവ് ചെയ്യണം എന്നുള്ള ഇന്റന്റോട് കൂടി ഒരു വ്യക്തിയെ പ്രേരിപ്പിച്ചിട്ട് അയാളെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുകയാണ് എങ്കിൽ അയാൾ തന്ന ഫ്രീ കൺസെന്റ് അല്ല, അത് ഫ്രോഡ് വഴിയായിട്ടുള്ള കൺസെന്റ്. അതിന് എക്സാമ്പിൾ ആണ് ഈ പറയുന്നതൊക്കെ, എ സജഷൻ ഓഫ് എ ഫാക്ട് വിച്ച് ഈസ് നോട്ട് ട്രൂ, അതായത് ഞാനൊരു കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നു, എനിക്കറിയാം ഇതെന്ത് അത് ശരിയായ കാര്യമല്ല ഞാൻ പറയുന്നത്, എന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നത് എന്താ, നോട്ട് ബിലീവിംഗ് ടു ബി ട്രൂ, അതായത് ഇത് ശരിയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം എന്താണ് പറയുക, ശരിയല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുക. എനിക്കറിയാം ഈ കുതിര ശരിയല്ല, ഈ കുതിരയ്ക്ക് പ്രശ്നങ്ങളുള്ള കാലിൽ നിന്ന്, എന്നിട്ട് ഞാൻ ആ കുതിര അടിപൊളിയാണെന്നും പറഞ്ഞുകൊണ്ട് വിൽക്കുക, എനിക്കറിയാം ഇതല്ല എന്ന്. അപ്പൊ ട്രൂ അല്ലാത്ത ഒരു കാര്യം ട്രൂ ആണെന്നും പറഞ്ഞ് ഞാൻ പറയുകയാണ്. അതല്ലെങ്കിൽ ആക്റ്റീവ് കൺസീൽമെന്റ്, കൺസീൽ ചെയ്യുന്ന ഒളിപ്പിച്ച് വെക്കുക, ആക്റ്റീവ് കൺസീൽമെന്റ് ഓഫ് എ ഫാക്ട്, എനിക്കൊരു അറിയാവുന്ന ഒരു കാര്യം ഞാൻ മനഃപൂർവ്വം ഒളിപ്പിച്ച് വെക്കുകയാണ്. അല്ലെങ്കിൽ പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് എനി ഇന്റൻഷൻ ഓഫ് പെർഫോമിംഗ് ഇറ്റ്, അതായത് അത് പെർഫോം ചെയ്യും, ഇത് നടപ്പിലാക്കും, ഈ സംഭവത്തിൽ ഏർപ്പെട്ടാൽ ഞാൻ കരാറിൽ ഏർപ്പെട്ടിട്ട് വണ്ടി തരാം 1,00,000 രൂപയ്ക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ തരില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ കൊടുക്കാനായിട്ടുള്ള ഉദ്ദേശം ഇല്ലെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യുന്നു, ആ പ്രോമിസിൽ ഏർപ്പെടുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനി അതർ ആക്ട് ഫിറ്റഡ് ടു ഡിസീവ്,
വഞ്ചിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വേറെ എന്ത് പ്രവൃത്തി ചെയ്താലും അതൊക്കെ ഫ്രോഡ് വഴിയായിട്ടാണ് കൺസെന്റ് കിട്ടിയതെന്ന് പറയും. അതൊക്കെ ഫ്രോഡാണ് സെക്ഷൻ 17 അണ്ടറിൽ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയുടെ നിന്ന് കൺസെന്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ഫ്രീ ആയിട്ടുള്ള കൺസെന്റ് ആവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഏർപ്പെടുന്ന എഗ്രിമെന്റുകൾ അല്ലെങ്കിൽ കോൺട്രാക്ട് വോയിഡബിൾ ആണ്. ഫ്രോഡ് വഴിയായിട്ടാണ് കൺസെന്റ് കിട്ടിയതെങ്കിൽ അതും വോയിഡബിൾ ആണ്. എൻ്റെ അടുത്ത് ഫ്രോഡ് വഴിയായിട്ടാണ് എന്നെ വഞ്ചിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഒരാൾ എന്റെ സമ്മതം വാങ്ങി എഗ്രിമെന്റിൽ ഏർപ്പെടുത്തിയത്. പക്ഷെ എന്നാലും എനിക്കത് എന്താണ്? വോയിഡബിൾ ആ. വേണമെങ്കിൽ എനിക്കത് വോയിഡ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ വാലിഡ് ആക്കാനായിട്ട് പറ്റും. എനിക്ക് ഓപ്ഷൻ ഉണ്ട്. അതാണ് വോയിഡബിൾ ആകും എന്നാ പറയുന്നത് ഫ്രോഡ് ഉണ്ട് എങ്കിൽ. പിന്നെ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളിലും വോയിഡബിൾ ആണ് വരുന്നത്. ഇനിയിപ്പോ ഞാൻ മനഃപൂർവ്വം ഒന്നും പറയാതെ മിയർ സൈലൻസ് ആ, മിണ്ടാതിരിക്കുക, ഞാൻ വഞ്ചിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് ഒന്നും പറയുന്നില്ല, മിണ്ടാതിരിക്കുകയാണെങ്കിലോ മിയർ ആയിട്ടുള്ള ഒരു സൈലൻസ്, കേവലം സൈലൻസ് മാത്രം ഉള്ളെങ്കിൽ അത് ഫ്രോഡ് അല്ല, നോട്ട് ഫ്രോഡ്. ഫ്രോഡായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഡ്യൂട്ടി ഉള്ള ഒരാളാ, ഒരു കാര്യം പറയാൻ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, എന്നിട്ട് ഞാൻ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഞാനത് ഇക്വലന്റ് ടു സ്പീച്ച് ആണ്. ഇക്വലന്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞതിന് തുല്യം തന്നെയാണ്. അതായത് എന്നോട് ഒരാൾ കുതിരേനെ വിൽക്കാൻ നേരത്ത് വരുമ്പോൾ ചോദിക്കുന്നു, എന്റെ കുതിരേനെ വാങ്ങുന്നത് നിങ്ങൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഇത് നല്ല കുതിരയാണ്, സൗണ്ട് ആയിട്ടുള്ള ഹോഴ്സ് ആണ്, ഓക്കെ ആയിട്ടുള്ള ഹോഴ്സ് ആണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയും. അപ്പൊ ഞാൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാൻ മിണ്ടാതിരുന്ന അയാൾ നല്ലതാണെന്നല്ലേ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്റെ മിയർ ആയിട്ടുള്ള സൈലൻസ് എന്ന് പറയുന്നത് ഫ്രോഡ് ആകും. ഇക്വലന്റ് ടു സ്പീച്ച്, ഞാൻ പറയുന്നതിന് തുല്യമാകും. കേവലം മിയർ സൈലൻസ് എന്ന് പറഞ്ഞാൽ നോർമലി ഫ്രോഡ് അല്ല. പക്ഷെ ഡ്യൂട്ടി ഉള്ള ഒരു വ്യക്തി സൈലന്റ് ആയിട്ടിരുന്നാൽ അത് ഇക്വലന്റ് ടു സ്പീച്ച്, അയാൾ ഫ്രോഡ് നടത്തിയത് തന്നെ, അയാൾ പറഞ്ഞതിന് തുല്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ അടുത്തത് പറയുന്നത് മിസ്റെപ്രസെന്റേഷൻ ആണ്. മിസ്റെപ്രസെന്റേഷൻ സെക്ഷൻ 18 ആണ്. മിസ്റെപ്രസെന്റേഷൻ ഉണ്ട് എങ്കിലും, മിസ്റെപ്രസെന്റേഷൻ വഴിയാണ് ഞാൻ ഒരു കൺസെന്റ് ഒരു എഗ്രിമെന്റിൽ വാങ്ങിയതെങ്കിലും അതെന്തായി പോകും? ഫ്രീ ആയിട്ടുള്ള കൺസെന്റ് ആവില്ല. ഫ്രീ ആയിട്ടുള്ള കൺസെന്റ് ആവണമെങ്കിൽ ഈ പറയുന്ന മിസ്റെപ്രസെന്റേഷൻ വഴിയായിട്ടാണ് ഒരാളുടെ സമ്മതം ഒരു എഗ്രിമെന്റിൽ ഞാൻ വാങ്ങിയതെങ്കിൽ അത് ഫ്രീ കൺസെന്റ് അല്ല. അപ്പൊ അതും എന്തായി? വോയിഡബിൾ ആയി പോകും. വോയിഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ടിക്ക് ഓപ്ഷൻ ഉണ്ട്, എന്നെ മിസ്റെപ്രസെന്റേഷൻ വഴിയായിട്ടാണ് എന്റെ കൺസെന്റ് വാങ്ങിയതെങ്കിൽ ഞാൻ ആ ഒരു കോൺട്രാക്റ്റിലെ പാർട്ടി ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വോയിഡബിൾ ആണ്. വേണമെങ്കിൽ എനിക്ക് വോയിഡ് ആക്കാം, ക്യാൻ ബി മെയ്ഡ് വോയിഡ് ആക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ വാലിഡ് ആണ്. ഓക്കെ, ഇനി മിസ്റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ അത് ഞാൻ വിശ്വസിക്കുന്നത് ട്രൂ ആണെന്നാണ്. അതായത് ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. എനിക്കറിയില്ല ഇത് തെറ്റാണെന്ന്, പക്ഷെ ഞാൻ എന്ത് വിചാരിക്കുന്നു? ശരിയാണെന്നുള്ള വിചാരത്തിൽ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. അതിനെയാണ് മിസ്റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അൺവാറന്റഡ് ആയിട്ടുള്ള, എനിക്ക് ഉറപ്പില്ലാത്ത, വാറണ്ടി ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ പറയുന്നു. ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഒരു ഫാക്ടിനെ പറ്റി പറയുന്നു. വിത്ത് എ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ഹോണസ്റ്റ്ലി ബിലീവ് ടു ബി ട്രൂ. അതായത് ഞാൻ വിചാരിക്കുന്നു ഇത് സത്യസന്ധമായിട്ടും ഇത് ട്രൂ ആണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വിച്ച് ഹി ഡസ് നോട്ട് നൗ ടു ബി ഫാൾസ്. എനിക്ക് അറിയില്ല ഇത് ഫാൾസ് ആണെന്ന്. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഞാൻ. അതിന്റെ പുറത്താണ് ഈ ഒരു എഗ്രിമെന്റിൽ കൺസെന്റ് ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടിയതെങ്കിൽ അത് ഫ്രീ ആയിട്ടുള്ള കൺസെന്റ് ആവില്ല. അത് മിസ്റെപ്രസെന്റേഷൻ, തെറ്റിദ്ധാരണ മൂലമുണ്ടായ കൺസെന്റ് ആണ് എന്നുള്ള അണ്ടറിലാണ് വരുന്നത്, സെക്ഷൻ 18 അണ്ടറിൽ. അങ്ങനെ വന്നാലും അത് വോയിഡബിൾ ആയി പോകും, ഫ്രീ കൺസെന്റ് ആവില്ല. അപ്പൊ ഫ്രീ കൺസെന്റ് ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും വഴിയായിട്ടുണ്ടായ കൺസെന്റ് ആവരുത്, സമ്മതമാവരുത്. അടുത്തത് മിസ്റ്റേക്ക് ആണ്. മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, മിസ്റ്റേക്ക് വഴിയായിട്ടാണ് കൺസെന്റ് വാങ്ങിയതെങ്കിൽ അതും ഫ്രീ കൺസെന്റ് ആവില്ല. പക്ഷെ മിസ്റ്റേക്ക് നമ്മൾ 2 രീതിയിലാണ് പറയുന്നത്. ഒന്ന് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും, ഫാക്റ്റിൽ തെറ്റുപറ്റുന്നതും. 2 മിസ്റ്റേക്ക് ഓഫ് ലോയും. സെക്ഷൻ 20ലും 21ലുമായിട്ട് അങ്ങനെ 2 രീതിയിലായിട്ടാണ് പറയുന്നത്. അപ്പൊ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്നത് സെക്ഷൻ 20ലാണ്. സെക്ഷൻ ഓർത്തിരിക്കേണ്ട, നിങ്ങൾ 2 ഓർത്താൽ മതി. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും ഉണ്ട്, മിസ്റ്റേക്ക് ഓഫ് ലോയും ഉണ്ട്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് തന്നെ 2 രീതിയിലാണ് പറയുന്നത്. അതായത് ഈ ഫാക്റ്റിൽ തെറ്റുപറ്റിയത് 2 പാർട്ടീസിനും, ആ കോൺട്രാക്റ്റിലെ ബോത്ത് പാർട്ടീസിനും, എഗ്രിമെന്റിൽ ഏർപ്പെട്ട 2 പാർട്ടീസിനും ഫാക്റ്റിൽ തെറ്റുപറ്റിയെങ്കിൽ ആ ഫാക്ട് എങ്ങനെയുള്ള ഫാക്ട് ആയിരിക്കണം? എസെൻഷ്യൽ ടു എഗ്രിമെന്റ്. ആ എഗ്രിമെന്റിന് എസെൻഷ്യൽ ആയിട്ടുള്ള, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ഫാക്റ്റിലാണ് 2 പാർട്ടീസിനും തെറ്റുപറ്റിയതെങ്കിൽ ആ എഗ്രിമെന്റ് എന്തായി പോകും? വോയിഡ് ആയി പോകും. അപ്പൊ മിസ്റ്റേക്ക് പറ്റിയത് ഫാക്റ്റിലാണ്. ആ ഫാക്ട് എങ്ങനെയാ? 2 പാർട്ടീസിനും പറ്റി. ആ ഫാക്റ്റില് 2 പാർട്ടീസിനും തെറ്റുപറ്റി. അപ്പൊ അങ്ങനെ വന്നാൽ ആ എഗ്രിമെന്റ് വോയിഡ് ആകും, അസാധുവായി പോകും. ഞാൻ എക്സാമ്പിൾ പറയാം. ഞാനും വേറൊരാളും കൂടി തമ്മിൽ ഒരു കുതിരേനെ വിൽക്കാനായിട്ടാണ് എഗ്രിമെന്റിൽ ഏർപ്പെട്ടത്. അയാളുടെ കുതിരേനെ ഞാൻ വാങ്ങാനായിട്ട്, അതിനാണ് എഗ്രിമെന്റിൽ ഏർപ്പെട്ടത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ പൈസയൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. പക്ഷെ ഈ കുതിര ഇതിന്റെ ഇടയ്ക്ക് ചത്തുപോയി. ഈ കാര്യം ഞങ്ങൾ 2 പേരും അറിയുന്നില്ല. അപ്പൊ ഫാക്ട്, കുതിരയാണല്ലോ ഞങ്ങളുടെ മെയിൻ എസെൻഷ്യൽ ആയിട്ടുള്ള ഫാക്ട്. ആ ഫാക്ടിൽ, എഗ്രിമെന്റിൽ മെയിൻ ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടിൽ തന്നെ 2 പാർട്ടീസിനും ഫാക്ടിൽ തന്നെ മിസ്റ്റേക്ക് പറ്റി. ഞങ്ങൾ ഇത് അറിയാതെ തന്നെ, കുതിര ചത്തുപോയത് അറിയാതെ തന്നെ ഞങ്ങൾ എഗ്രിമെന്റിൽ ഏർപ്പെട്ടു. അപ്പൊ ബോത്ത് പാർട്ടീസിനും എഗ്രിമെന്റിൽ അതിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടിൽ മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അത് എന്തായി പോകും? ആ എഗ്രിമെന്റ് അസാധുവായി, വോയിഡ് ആയി പോയി. അങ്ങനെയാണ് പറയുന്നത്. ഇനി സെക്ഷൻ 22ൽ പറയുന്നത് 1 പാർട്ടി മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. അതായത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം.
ഒരു പാർട്ടിക്ക് മാത്രമേ മിസ്റ്റേക്ക് പറ്റുള്ളൂ. ഈ ഫാക്ടിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലേ, എനിക്കറിയായിരുന്നു കുതിര മരിച്ചുപോയ കാര്യം, അയാൾക്കാണ് അറിയില്ലാത്തത്. അപ്പൊ ഒരു പാർട്ടിക്ക് മാത്രമാണ് ഫാക്ടിൽ മിസ്റ്റേക്ക് പറ്റിയതെങ്കിൽ അതെന്താണ്, നോട്ട് വോയിഡബിൾ ആണ്. നോട്ട് വോയിഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം, വാലിഡ് എന്നാണ്. നിങ്ങൾ ഈ നോട്ട് വോയിഡബിൾ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, ബേറാക്കിൽ എഴുതിയേക്കണം അതേപടി എഴുതിയേക്കുന്നതാണ്. നോട്ട് വോയിഡബിൾ എന്ന് പറഞ്ഞാൽ വാലിഡ് എന്നാണ് അർത്ഥം, വാലിഡ് ആണത്. ഓക്കെ, നോട്ട് വോയിഡബിൾ ആണ്. അപ്പൊ ഒരു പാർട്ടിക്ക് മാത്രമേ, കോൺട്രാക്റ്റിലെ ഒരു വ്യക്തിക്ക് മാത്രം, ആ ഒരു എഗ്രിമെന്റിലെ ഒരു പാർട്ടിക്ക് മാത്രമേ ഫാക്ടിൽ മിസ്റ്റേക്ക് പറ്റുകയുള്ളെങ്കിൽ അതെങ്ങനെയായിരിക്കും, നോട്ട് വോയിഡബിൾ ആയിരിക്കും. ആ കോൺട്രാക്ട് നോട്ട് വോയിഡബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാലിഡ് എന്നാണ്. ഓക്കെ, ഇനി മിസ്റ്റേക്ക് ഓഫ് ലോയിലാണ് മിസ്റ്റേക്ക് പറ്റിയതെങ്കിൽ, സെക്ഷൻ 21 പറയുന്നത് ലോയിലാണ് മിസ്റ്റേക്ക് പറ്റിയതെങ്കിൽ രണ്ട് രീതിയിലാണ് അത് പറയുന്നത്. ഇന്ത്യൻ ലോയിലാണ് മിസ്റ്റേക്ക് പറ്റിയത്, ഒരു കോൺട്രാക്റ്റിൽ എഗ്രിമെന്റിൽ ഏർപ്പെട്ടപ്പോൾ ഇന്ത്യൻ ലോയിലാണ് മിസ്റ്റേക്ക് പറ്റിയതെങ്കിൽ നോട്ട് വോയിഡബിൾ. നോട്ട് വോയിഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്, വാലിഡ് എന്നാണ് മീനിങ്. അതായത് ഇന്ത്യൻ ലോയിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയാണ് എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ എങ്കിൽ അത് നോട്ട് വോയിഡബിൾ ആണ്, വാലിഡ് ആണ്. അതായത് രണ്ട് പാർട്ടീസിനും മിസ്റ്റേക്ക് പറ്റിയത് ഇന്ത്യൻ ലോയിലാണ്. അതായത് ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ലിമിറ്റേഷൻ ആക്ട് പ്രകാരം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഈ കടം ബാറായി പോയി, ഇനി കിട്ടില്ല, കാലാവധി കഴിഞ്ഞു പോയതാണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതിലൊരു ഇനോർമസ് ആയിട്ടുള്ള എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, ഇറോണമസ് ആയിട്ടുള്ള ഒരു കാര്യം വന്നതാണ്, തെറ്റ് പറ്റിയതാണ് എങ്കിൽ ഇന്ത്യൻ ലോയിലാണ് മിസ്റ്റേക്ക് ലോയിൽ പറ്റുന്നതെങ്കിൽ അത് നോട്ട് വോയിഡബിൾ ആണ്. ക്രൈമിലല്ല നമ്മൾ പറയുന്നത്, കോൺട്രാക്റ്റിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നോട്ട് വോയിഡബിൾ ആണ്, വാലിഡ് ആണ്. ഇനി ഫോറിൻ ലോയിലാണ് മിസ്റ്റേക്ക് പറ്റുന്നത്, ഈ ലോ അതായത് ഇന്ത്യൻ ടെറിട്ടറിയിൽ നിയമത്തിലുള്ളതല്ല, ഫോറിൻ ലോ ആണ്. അപ്പൊ ഇന്ത്യൻ ടെറിട്ടറിയിലുള്ള ഒരു ലോ അല്ലാതെ ഫോറിൻ ലോയിലാണ് മിസ്റ്റേക്ക് വരുന്നത്. മിസ്റ്റേക്ക് ഓൺ ഫോറിൻ ലോ ആണെങ്കിൽ അത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് പോലെ കണക്കാക്കണം എന്നാ പറയുന്നത്. അതായത് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോയിലാണ് മിസ്റ്റേക്ക് പറ്റിയതെങ്കിൽ ഫാക്ടിലെ മിസ്റ്റേക്ക് പോലെ കണക്കാക്കണം. അതായത് ഫാക്ടിലെ മിസ്റ്റേക്കിൽ നമ്മൾ എങ്ങനെയാ നോക്കിയത്, രണ്ട് രീതിയിലല്ലേ നോക്കിയത്, സെക്ഷൻ 20 വെച്ചും ഇത് 22 വെച്ചും രണ്ട് രീതിയിലാണ് നമ്മൾ നോക്കിയത്. സെക്ഷൻ 20 എന്താ പറഞ്ഞത്, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് രണ്ട് പാർട്ടീസിന് സംഭവിക്കുകയാണെങ്കിൽ വോയിഡും, ഒരു പാർട്ടിക്ക് സംഭവിക്കണമെങ്കിൽ നോട്ട് വോയിഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ, വാലിഡ് ആണ്, നിയമപ്രകാരം വാലിഡ് ആണ് എന്നാണ് അർത്ഥം. നോട്ട് വോയിഡബിൾ എന്ന് അവർ കൊടുത്തേക്കുന്നുള്ളൂ, ദാറ്റ് മീൻസ് വാലിഡ് എന്നാണ്. അപ്പോൾ മിസ്റ്റേക്ക് ഓഫ് ഫാക്ടിന് പോലെ കണക്കാക്കണം ഫോറിൻ ലോയിൽ മിസ്റ്റേക്ക് വന്നാലാണ്. അപ്പൊ ഫോറിൻ ലോയിൽ മിസ്റ്റേക്ക് പറ്റുന്നത് ബോത്ത് പാർട്ടീസിനാണ് എങ്കിൽ, അങ്ങനെയല്ലേ നമ്മൾ ഫാക്ടിൽ നോക്കുന്നേ, അതുപോലെ അതേ രീതി പോലെ ഇത് നോക്കണം എന്നാണ് നടക്കുന്നത്. അപ്പൊ ഫോറിൻ ലോയിലാണ് മിസ്റ്റേക്ക് പറ്റുന്നത്, രണ്ട് പാർട്ടീസിനും പറ്റിയാൽ, ഫോറിൻ ലോയിൽ മിസ്റ്റേക്ക് പറ്റിയത് രണ്ട് പാർട്ടീസിനും പറ്റിയാൽ അത് വോയിഡ് ആയി പോകും. ഫോറിൻ ലോയിൽ മിസ്റ്റേക്ക് ഒരു പാർട്ടിക്കാണ് പറ്റുള്ളൂ, ഒരു വ്യക്തിക്ക് മാത്രമേ, അതായത് എഗ്രിമെന്റിൽ ഒരു പാർട്ടിക്ക് മാത്രമേ പറ്റുള്ളെങ്കിൽ അത് നോട്ട് വോയിഡബിൾ ആണ്, അതായത് വാലിഡ് ആകും. അപ്പൊ ഇത്രയുമാണ് വേണ്ടത്. ഈ പറയുന്ന 5 എലമെന്റ്സും ഇല്ലാത്ത ഒരു കൺസെന്റ് ആണെങ്കിൽ മാത്രമേ അത് ഫ്രീ ആയിട്ടുള്ള കൺസെന്റ് ആവുള്ളൂ. അങ്ങനെ ഫ്രീ ആയിട്ടുള്ള കൺസെന്റ് ഉള്ള എഗ്രിമെന്റ് ആണെങ്കിൽ മാത്രമേ അത് കോൺട്രാക്ട് ആയിട്ട് നമുക്ക് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് എങ്ങനെയായിരിക്കണം, പാർട്ടീസ് കോമ്പീറ്റന്റ് ആയിരിക്കണം, എലിജിബിലിറ്റി ഉള്ള പാർട്ടീസ് ആയിരിക്കണം. ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ള പാർട്ടീസ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എലിജിബിൾ ആയിട്ടുള്ള പാർട്ടീസിന്റെ ഫ്രീ കൺസെന്റ്, അതായത് ഈ പറയുന്ന എലമെന്റ് ഒന്നും ഇല്ലാത്ത ഫ്രീ കൺസെന്റ് ആയിരിക്കണം. പിന്നെ അവരുടെ ലോഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ ആയിരിക്കണം, ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം, ലോ വഴിയായിട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർ ചെയ്ത് വോയിഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റും ആവരുത്. അപ്പൊ അത്രയാണ് പറയുന്നത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ എഗ്രിമെന്റ് എന്താവുള്ളൂ, വാലിഡ് ആകുള്ളൂ. അത് നമുക്ക് എൻഫോഴ്സ് ചെയ്ത് കോൺട്രാക്ട് ആക്കി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അടുത്തത് നമ്മൾ നോക്കുന്നത് ഈ പാർട്ടീസിന്റെ കോമ്പീറ്റൻസി പറഞ്ഞു, അവരുടെ ഫ്രീ കൺസെന്റ് എങ്ങനെയാണെന്നും പറഞ്ഞു, അതിൽ എന്തൊക്കെ എലമെന്റ്സ് ആണ് ഇല്ലാതാവേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ലോഫുൾ കൺസിഡറേഷൻ വേണമെന്നാ. അപ്പൊ എന്താണ് കൺസിഡറേഷൻ, സെക്ഷൻ 2(d)യിലാണ് കൺസിഡറേഷൻ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എഗ്രിമെന്റ് വാലിഡ് ആകുള്ളൂ, അത് ലോഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കൺസിഡറേഷൻ എന്നുള്ള ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ക്ലാസ് കണ്ടു നോക്കുക. എങ്ങനെയാണ് ഒരു എഗ്രിമെന്റിൽ കൺസിഡറേഷൻ വേണ്ടത്, ലോഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ ഏതൊക്കെയാണ്, എഗ്രിമെന്റിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ചുള്ള ക്ലാസ് നമ്മൾ അടുത്ത ദിവസം എടുക്കുന്നതായിരിക്കും. നാളെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് കോണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലിയർ ആസ്പിരൻസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.